രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസ് അല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ. പെൺകുട്ടിയാ? ആദ്യത്തെ മോളാ. ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും. കടയിൽ ആ ചെക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എന്റെ കൂടെ പോരും. കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും കൊള്ളാം. അറിഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്? ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? അതിനിപ്പോ എന്താ, അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെയാ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2-3 മാസമല്ലേ ആയുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ളി ഇത്തിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ.